ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെർമിസെല്ലി ഉപ്പുമാവാണ്. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം റാഗി വെർമിസെല്ലിയാണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വഴറ്റിയെടുക്കാം. അതിനായി ചൂടായിരിക്കുന്ന പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിയ ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ പൊട്ടുകടല, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീൻസ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും അരിഞ്ഞു ചേർക്കാവുന്നതാണ്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് റാഗി സേമിയ വേവിച്ചെടുക്കാം. വേവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്ക് ഇതിനൊന്ന് ചെറുതായി കുതിർത്തിയെടുക്കണം. അതിനായി അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുത്ത ശേഷം അതിലേക്ക് ഉപ്പ് കലർത്തിയ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇത് 2 മിനിറ്റ് മാത്രമേ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ പാടുള്ളൂ. നമ്മളിവിടെ 2 മിനിറ്റേ ഇത് വയ്ക്കുന്നുള്ളൂ. അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതുപോലെ ഹോളുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ആവി കയറ്റിയെടുക്കുന്നത്. 4 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും. റാഗി വെർമിസെല്ലി ഇവിടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ നേരിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും വറുത്ത് ചേർക്കാനുണ്ട്. അതിനായി ചൂടായിരിക്കുന്ന പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിന് ശേഷം കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുത്ത് ഉപ്പുമാവിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ ഈസി ആയിട്ടുള്ള റാഗി സേമിയ ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബായ്.